നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കേട്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അതായത് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കടം കൊടുത്തിട്ടുണ്ടാവില്ലേ, പണം. അതായത് അവരുടെ ബുദ്ധിമുട്ടും കഷ്ടങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അവരെ സഹായിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ അവരുടെ കയ്യിൽ തരാനില്ലാഞ്ഞിട്ടായിരിക്കാം തിരിച്ചു തരാത്തത്, ചിലവരുണ്ടെങ്കിലും തിരിച്ചു തരാത്തവരും ഉണ്ടാവാം. നമ്മൾ കടം കൊടുത്തത് തിരിച്ചു തരാനുള്ളൊരു ചെറിയൊരു പരിഹാരമാണ് കേട്ടോ. അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഇത് ചെയ്യണം. പൂജാമുറിയിൽ ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുക. അഹൽ വിളക്ക് കൊളുത്തി വെച്ചാൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വിളക്ക് കൊളുത്താറില്ലേ, രാവിലെ അങ്ങനെ വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഒരു വെറ്റില എടുക്കുക കേട്ടോ. എന്നിട്ട് വെറ്റിലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി വയ്ക്കുക. അതായത് എഴുതേണ്ട പാകത്തിന് കലക്കി വയ്ക്കുക. എന്നിട്ട് ചന്ദനത്തിരിയുടെ കോലുണ്ടാവില്ലേ, കത്തി കഴിഞ്ഞ ചന്ദനത്തിരിയുടെ കോലുണ്ടാവില്ലേ, അതെടുത്തിട്ട് ഈ മഞ്ഞളിൽ തൊട്ടതിന് ശേഷം വെറ്റിലയിൽ എഴുതുക കേട്ടോ. അതായത് നമ്മൾ ആർക്കാണോ കടം കൊടുത്തത് അവരുടെ പേരും എത്രയാണോ കടം കൊടുത്തത് അതും അതിലെഴുതിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. വെറ്റില നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് വിളക്കിൻ്റെ മുന്നിലിരുന്നിട്ട് പൂജാമുറിയിൽ തന്നെ ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ കുലദൈവങ്ങളെ പ്രാർത്ഥിക്കുക, എല്ലാവരെയും പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം ഈ വിളക്കിന് താഴെ ഈ വെറ്റില വയ്ക്കുക. എന്നിട്ട് അന്നത്തെ ദിവസം മുഴുവൻ അവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ വെറ്റില. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഈ വെറ്റില എടുത്തിട്ട് ആരും ചവിട്ടാത്ത വല്ല സ്ഥലത്ത് കൊണ്ടിടുക, അല്ലെങ്കിൽ കിണറിലോ കുളത്തിലോ കൊണ്ടിടാം. വെറ്റിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കിണറിലും കുളത്തിലും ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് എത്ര ദിവസം ചെയ്യണം എന്നൊക്കെ സംശയം തോന്നും ചിലവർക്ക്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഇത്ര ദിവസം നമ്മൾ ചെയ്യാമെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്യാൻ പറ്റാതെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്കൊരു ടെൻഷനാവും, എനിക്ക് മുടങ്ങിയില്ലോ. അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രം ചെയ്താൽ മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്ര ചെയ്യുക. പോയ ക്യാഷ് എന്ന് വെച്ചാൽ നമ്മൾ കടം കൊടുത്ത ക്യാഷ് അത് തിരിച്ച് കിട്ടും കേട്ടോ, ഉറപ്പായിട്ടും കിട്ടും. പൂജാമുറിയിൽ തന്നെ ഇരുന്ന് ചെയ്യണം. ഞാൻ പറയുന്നത് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഇത് ചെയ്യണം എന്നാണ്. 4 to 6 ചെയ്യൂ. ഇനിയിപ്പോൾ നേരത്തെ എണീറ്റ് കുളിക്കാൻ പറ്റാത്തവർക്ക് കയ്യും കാലൊക്കെ കഴുകി, അതായത് ബ്രഷ് ചെയ്ത് കയ്യും കാലൊക്കെ കഴുകി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഇരുന്നിട്ട് ചെയ്യാം. നന്നായിട്ട് പ്രാർത്ഥിക്കൂ. ഇത് ഉറപ്പായിട്ടും നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സംശയമായിട്ടൊന്നും ചെയ്യരുത് കേട്ടോ. വിശ്വാസത്തോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, എന്നാൽ മാത്രമേ ഇതിന് ഫലം ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വിശ്വാസപൂർവ്വം ചെയ്യണം കേട്ടോ. അത്രയേ ഉള്ളൂ. മുരുകാ ഓം ശരവണ ഭവ.